അപ്പൊ ഇവിടെ സാറ് പരിചയപ്പെടുത്തി. എൻ്റെ പേര് ബീന. എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, എങ്കിലും കോഴിക്കോട് താമരശ്ശേരിയാണ് വീട്. ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് കേരളത്തിൽ 3 വർഷവും മുംബൈയിൽ 1 വർഷവും നേഴ്സിംഗ് ഇൻചാർജായിട്ട് മസ്കറ്റിൽ 18 വർഷവും വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം അത്യാവശ്യമൊക്കെ 10-20 വർഷത്തോളം ആയല്ലോ. അതിനുശേഷം നാട്ടിലേക്ക് പോകുന്നതാണ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഈ പ്രോഡക്ട്സ് വഴി കിട്ടിയ റിസൾട്ട്സ് ആണ് എന്നെ ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിന്റെ പ്രൊഫൈലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം, അത് കഴിഞ്ഞിട്ട് പ്രോഡക്ട്സിലേക്ക് പോകാം. നമ്മൾ കമ്പനീനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനിയുടെ പേര് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. കമ്പനി മുംബൈയിലെ മിറ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് എന്ന് പറയുന്നത് ദാദറിലാണ്. കഴിഞ്ഞ 16 വർഷമായിട്ട് എക്സ്പോർട്ട് ആയിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മളെ കമ്പനിക്ക് എല്ലാവിധ നിയമ പരിരക്ഷയോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മളെ കമ്പനി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കുറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. MSME അവാർഡ്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയ എന്റർപ്രൈസസ് അവാർഡ്, കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയ ഒരേ ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിലെ ഈ ബയോട്ടോറിയം കമ്പനിയാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. അതിന്റെ ഒരു സാധ്യത നമുക്കറിയാം എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത്. കോവിഡിന്റെ സമയത്ത് ഇത് പല സ്ഥലങ്ങളും ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുക, അതിന്റെ ഭാഗമായിട്ട് കോവിഡ് കാര്യമായിട്ട് ബാധിക്കാതെ പോവുകയും ഒരു ചെറിയ ജലദോഷം വന്നു പോയ ലാഘവത്തോടെ കോവിഡ് വന്നു പോവുകയും അതിന്റെ ശേഷം പഠനം നടത്തിയതിന് ഫലമായിട്ട് നമുക്ക് കിട്ടിയ ഒരു അവാർഡാണ് കൊറോണ യോദ്ധ അവാർഡ്. അതേപോലെ തന്നെ ആയുഷ് മന്ത്രാലയത്തിന്റെ അവാർഡ് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ കമ്പനി എല്ലാവിധ അവാർഡുകളും ലാസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടിയത് മോസ്റ്റ് എക്സൈറ്റിംഗ് പ്രോഡക്റ്റ് ഓഫ് ദി ഇയർ ആ അവാർഡ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ദി ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ മഹാരാഷ്ട്ര ഗവർണറുടെ കയ്യിൽ നിന്നാണ് നമുക്ക് ആ ഒരു അവാർഡ് കിട്ടിയേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതെന്തിനാണ് നമ്മൾ ഈ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത്, ഇതിൽ എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ പോകുന്നു. അതിനു മുന്നേ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു ലൈഫുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും ജീവിക്കാൻ 5 എനർജീസ് ആവശ്യമുണ്ട്. വായു, ജലം, ആഹാരം, സൂര്യപ്രകാശം, മാഗ്നറ്റിക് പവർ. മാഗ്നറ്റിക് പവർ എന്ന് പറയുന്നത്, ഈ എനർജി എന്ന് പറയുന്നത് ഇന്ന് ഭൂമിയിൽ മാത്രമേ ഉള്ളൂ ഈ എനർജി. അതുകൊണ്ട് തന്നെയാണ് ജീവജാലങ്ങള് ജീവന്റെ കണികകൾ ഭൂമിയിൽ മാത്രം കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ 5 എനർജീസ് നമുക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഈ 5 എനർജീസ് നമ്മൾ എന്ന് നഷ്ടപ്പെടുത്താൻ തുടങ്ങിയോ, അതേപോലെ തന്നെ ശുദ്ധമായത് എന്ന് നമുക്ക് ലഭിക്കാതിരിക്കാൻ തുടങ്ങിയോ, അപ്പോഴാണ് നമ്മുടെ അസുഖങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇവിടെ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുമ്പോൾ, മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് മാഗ്നറ്റ്സ് ഉണ്ട്. നമ്മൾ റേഡിയോയുടെ ടേബിളൊക്കെ ഉള്ളിൽ കാണുന്ന കൊമേഴ്സ്യൽ യൂസിന് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന മാഗ്നറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ജൈവകാന്തം, ബയോ മാഗ്നറ്റ്സ് എന്ന് പറയും. ഈ ബയോ മാഗ്നറ്റ്സ് ആണ് നമ്മുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ബയോ മാഗ്നറ്റ്സിൽ തന്നെ നിയോഡൈം എന്ന് പറയുന്ന മാഗ്നറ്റ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ മാഗ്നറ്റ് ആണ്. അത് നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഭൂമിക്കടിയിൽ നിന്ന് 600 തൊട്ട് 800 അടി താഴ്ചയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന നിയോഡൈം എന്നുള്ള വെളുത്ത കളറുള്ള മെറ്റാലിക് പൗഡർ നാനോ ടെക്നോളജി പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഇതുപോലെ ബട്ടൺസിന്റെ രൂപത്തിലാക്കി പല സൈസിൽ, മെയിൻ ആയിട്ടും 4 പ്രോഡക്ട്സിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് തന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നിയോഡൈം എന്ന് പറയുന്ന ഒരു മാഗ്നറ്റ്സ്. ഇത് ശരിക്കും നമ്മളൊരു ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയുന്ന പോലെ മാഗ്നറ്റിക് തെറാപ്പി എന്നാണ് പറയുന്നത്. അത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ചികിത്സയിൽ ഇരുന്നാണ്. BC-യിലൊക്കെ ആണെങ്കിലും ചക്രവർത്തിമാരുടെ കാലത്ത് അക്യുപഞ്ചറിന് ട്രീറ്റ്മെന്റിനായിട്ട് ഈ മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്ലിയോപാട്ര സൗന്ദര്യത്തിന് മാറ്റു കൂട്ടാനായിട്ട് ഫോർഹെഡ് ആഭരണമായിട്ട് അഥവാ നെറ്റിയിലെ ചുട്ടിയായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലൊക്കെ ഉപരി നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം, ശരിക്കും ഡോക്ടർ സാഗർ ജോഷി ജനിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ മാഗ്നറ്റ്സിന്റെ പവർ എന്താണെന്നുള്ളത് ഒരു കണ്ടുപിടുത്തത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 1954 സയന്റിസ്റ്റ് ലിനൻ സ്കാൾ പോളിങ്ങിനും അവാർഡ് കിട്ടിയ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിന്റെ പവറാണ്. അഥവാ നമ്മൾ ഓരോരുത്തരുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിനുള്ള അയണിന്റെ കണ്ടൻസ് ആണ് ഓക്സിജനെ നമ്മളെ എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുന്നത്.
അപ്പോൾ നമുക്ക് വാഹനങ്ങൾ ഓടാൻ പെട്രോൾ കൂടിയേ തീരൂ എന്ന് പറയുന്നത് പോലെ ഈ അയൺ കണ്ടൻസിനും ഓക്സിജനെ നമ്മുടെ കോശങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ മാഗ്നറ്റിക് പവർ കൂടിയേ തീരൂ എന്നുള്ള കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മിംസ് ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ആസാദ് മൂപ്പന്റെ മകള് ഡോക്ടർ അലീഷ മൂപ്പന്റെ പഠനത്തിലും തെളിഞ്ഞിട്ടുണ്ട് മാഗ്നറ്റിക് തെറാപ്പി ഒത്തിരി നല്ലതാണ് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും വന്ന അസുഖങ്ങൾക്കും ആശ്വാസം കിട്ടുന്നതിനും. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മളെ പ്രോഡക്ട്സ് എങ്ങനെ ഉപയോഗിക്കണം, എന്തൊക്കെയാണ് ഇതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മളെ ഒരു ജീവിത ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ജനാർദ്ദൻ സാറ് പറഞ്ഞു ഇന്നലെ ഒരു 50ഓളം മെഡിസിൻസ് നിരോധിച്ചിട്ടുണ്ടെന്ന്. ഞാനിത് ഇവിടെ പറയാനിരുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ പ്രോഡക്ട്സിനെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് പറയാന്ന് പറയുമ്പോൾ ചിലരൊക്കെ പറയും നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്നു, അതും അല്ലെങ്കിൽ ഞാൻ കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഒരാളെ കൊണ്ട് പറഞ്ഞ് ഇതാക്കാൻ നോക്കുന്നു എന്നൊക്കെ. സംഭവം അതല്ല, നിങ്ങൾക്കൊക്കെ അറിയാം ഇന്നലെ നിരോധിച്ച മരുന്നുകളിൽ നമ്മളെല്ലാവരും ഒരാൾ പോലും ഒരിക്കൽ പോലും എടുക്കാതിരുന്നിട്ടില്ല. പാരസെറ്റാമോൾ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്സ് എന്ന് പറയുന്ന പനി വരുമ്പോൾ നിസ്സാരമായിട്ട് എടുക്കുന്ന ഒരു മെഡിസിൻസ് ആണ്. ഞാൻ നേരത്തെ തന്നെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, പാരസെറ്റമോൾ നമ്മളെ ലിവറിനെ നശിപ്പിക്കുന്ന സിറോസ് ഓഫ് ലിവർ വരാനുള്ള ഒരു പ്രധാന കാരണങ്ങളാണ്. മാത്രം പണ്ട് മദ്യപാന്മാരുടെ അസുഖമാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. ലേഡീസ് ഒക്കെയാണ് നന്നായിട്ട് മരിക്കുന്നത്. അപ്പൊ അവരൊന്നും മദ്യപിച്ചിട്ടല്ല. അപ്പൊ ആ പാരസെറ്റാമോള് പോലും ശരിക്ക് പറയുകയാണെങ്കിൽ വ്യാജനം എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലും ഡോക്ടർ എഴുതി തന്ന ഒരിക്കൽ പോലും നമ്മൾ ഡോക്ടറോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല. നമ്മൾ ചോദിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ, ഡോക്ടർ ഇത് എത്ര നേരം കഴിക്കണം, അല്ലെങ്കിൽ എങ്ങനെ കഴിക്കണം, ഇനി എന്നാ വരേണ്ടത് എന്നൊക്കെയാണ് ചോദിക്കുക. ഇതിന് ദോഷമുണ്ടോ, ഇത് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടിമിന്നലേക്കോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളെ പ്രോഡക്ട്സ് കൊടുക്കുമ്പോൾ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ ഡോക്ടേഴ്സിനോട് ചോദിക്കാറില്ല. എന്താന്ന് വെച്ചാൽ അവര് ഡോക്ടേഴ്സ് ആണ്, പഠിച്ചവരാണ് എന്നൊരു ചിന്ത കൊണ്ടാണ് നമ്മളിത് ചോദിക്കാത്തത്. പക്ഷേ ഡോക്ടേഴ്സിന്റെ കയ്യിലും ഇഷ്ടംപോലെ കൈപ്പിഴകൾ വരാറുണ്ട്. അറിഞ്ഞുകൊണ്ടും അറിയാതെയുമുണ്ട്. അറിഞ്ഞുകൊണ്ടൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ അടുത്ത് തന്നെ കേട്ടത്. 1000 കോടി രൂപയുടെ കൈക്കൂലി മേടിച്ചിട്ട് മെഡിസിൻസ് എഴുതി ചില ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ട് ടൈപ്പ് നടത്തി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഇരകളാണ്. പക്ഷെ എങ്കിലും നമുക്കതിൽ വിശ്വാസമാണ്. അപ്പൊ നമ്മളെ പ്രൊഡക്ട്സ് നമ്മൾ കൊണ്ടു ചെല്ലുമ്പം ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ലാത്തവർ പോലും നമ്മളോട് 100,000 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നതും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നതും. കാരണം നമ്മൾ ഡോക്ടേഴ്സ് അല്ലാത്തത് കൊണ്ട് അവർക്ക് ഒന്നാമത് സംശയത്തോടെയാണ് നമ്മൾ നോക്കുക. അതേപോലെ തന്നെ നിരവധി പ്രോഡക്റ്റുകൾ വിപണിയിൽ വരുമ്പോൾ പലരും കബളിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു ലെവലിലേ കാണത്തുള്ളൂ. കാരണം അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നു. ഞാനും ഇത് പെട്ടെന്ന് എടുത്ത ഒരു വ്യക്തിയല്ല, 1.5 മാസത്തിന് ശേഷം ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇത് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത രീതികൾ, പഴയ കാലം പുതിയ കാലം, നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കാം. നമ്മുടെ പൂർവികര് ചെരുപ്പിടാതെ ഭൂമിയിൽ പണിയെടുത്തുകൊണ്ട് ഇരുന്നവരായിരുന്നു. അന്നത്തെ ഒരു കാലത്ത് അവര് മെഴുകിയ തറയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നായിരുന്നു. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പണ്ടത്തെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വെറും വിര പോലെ കോല് പോലെ ഇരുന്ന മനുഷ്യരാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അന്നത്തെ ജനങ്ങൾ എന്ന് പറയുന്നു. അതേപോലെ തന്നെ അപൂർവമായിട്ട് മാത്രം അവര് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൂ. എന്നോടൊക്കെ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ പറഞ്ഞ അയാൾ ലൈഫിൽ ഹോസ്പിറ്റലിലേ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിത രീതിയായിരുന്നു അവരുടെ. നാച്ചുറൽ ആയിട്ടുള്ള ഫുഡായിരുന്നു അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അവരെ പറമ്പിലുണ്ടാക്കുന്ന അവനവന് കഴിക്കാവുന്ന ഫുഡ്, നാച്ചുറൽ ആയിട്ടുള്ള വിഷങ്ങളൊക്കെ അടിച്ചിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കിണറ്റിൽ നിന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളം, ശുദ്ധമായ വെള്ളമായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ശുദ്ധവെള്ളം എന്ന് പറയുന്നത് ചിലരൊക്കെ വെള്ളം കോരിയിട്ട് കൈക്കുമ്പിളിൽ ഒഴിക്കുമ്പോൾ നമ്മൾ അതുപോലെ കുടിക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിലും പറയും കാട്ടിൽ നിന്നൊക്കെ വരുന്ന അരുവി എന്ന് പറയുന്നത് പലതരം ആയുർവേദിക് മെഡിസിൻസും വേരുകളും ഇലകളിലും ഒക്കെ തട്ടി വരുന്ന വെള്ളം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഔഷധ ഗുണമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു നാട്ടിലെ മൃഗങ്ങളെയൊക്കെ ഒരു കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്കും അവര് ഭയങ്കര ഹെൽത്തിയാണ്. അവിടുത്തെ മൃഗങ്ങൾ എന്ന് പറയുന്നത്, അവിടെ ഒരു മൃഗ ഡോക്ടറോ മൃഗാശുപത്രിയോ പ്രസവം എടുക്കാനൊന്നും ആരുമില്ല. പക്ഷെ നമ്മുടെ കൈകളിലേക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും
നമ്മുടെ കൈകളിലേക്ക് ഇവരെത്തുമ്പോഴത്തേക്കും നമുക്ക് അറിയാം, നമ്മളെ ഇഞ്ചക്ഷൻസും ഡോക്ടേഴ്സും അതേപോലെ പലവിധ രോഗങ്ങളും ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു മാഗ്നറ്റിക് പവർ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാത്തതാണ് ഇതിന്റെ ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പം അവിടെ നമ്മള് ഇത് ഞാൻ നേരത്തെ കാണിച്ചു, നിയോഡൈമി എന്ന് പറയുന്ന മാഗ്നറ്റ് നാനോ ടെക്നോളജി പ്രകാരം വികസിപ്പിച്ചെടുത്തത്. ഇത് മെയിനായിട്ട് 4 പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇത് ആണ്. നമ്മള് കയ്യിൽ കെട്ടുന്ന റിസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് ഇത് ലെതറിന്റെ റിസ്റ്റ് ബാൻഡാണ്. ഈ റിസ്റ്റ് ബാൻഡില് ഈ മാഗ്നറ്റിക് 3 റോ ആയിട്ട് 11 മാഗ്നറ്റ്സ് വെച്ചിട്ട് 31 മാഗ്നറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മാഗ്നറ്റ് ഇങ്ങനെ പിടിക്കുന്ന 3 റോയിൽ കൂടെ 33 മാഗ്നറ്റ്സ് ആണുള്ളത്. ഇതിന്റെ ഒരു ആക്ഷൻ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഇത് കെട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഓരോരുത്തരുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിനിലും 4 ഗ്രാമോളം ഇരുമ്പിന്റെ അംശമുണ്ട്. അത് അവരുടെ രക്തത്തിന്റെ അളവനുസരിച്ച് 4 ഗ്രാം എന്ന് പറയുന്ന ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പം നേരത്തെ പറഞ്ഞു ഇരുമ്പിന്റെ അംശമാണ് നമ്മളെ കോശങ്ങളിലേക്ക് ഓക്സിജനെ എത്തിക്കുന്നത്. ഈ മാഗ്നറ്റിന്റെ ബാൻഡ് നമ്മളെ കയ്യിൽ കെട്ടുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും ശ്വാസം എടുക്കുമ്പോൾ നമുക്കറിയാം സർക്കുലേഷൻസ്, രക്തചംക്രമണം നമ്മളെ കൈകാലുകളുടെ അഗ്രഭാരം വരെ ചെന്നിട്ട് സർക്കുലേഷൻ നടക്കുന്നത്. ആ നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലുള്ള ഇരുമ്പിന്റെ അംശത്തിനെ ആകർഷിക്കാനുള്ള ഒരു പുഷ് ആക്ഷൻ നമ്മളെ ബോഡിയിൽ നടക്കുന്നു. നമ്മുടെ രക്താണുക്കൾക്ക് ഒരു സ്വഭാവമുണ്ട്, കൂട്ടം ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു സ്വഭാവം. കൂട്ടം ചേർന്ന് സഞ്ചരിക്കുന്ന ആ രക്താണുക്കളെ നമ്മുടെ ജീവിത രീതി മൂലം, ജീവിത രീതി എന്ന് പറയുന്നത് ഇന്ന് നമ്മളെ ശരീരം അനങ്ങി ആരും പണിയെടുക്കാറില്ല. സ്ത്രീകൾ പണ്ട് നെല്ല് കുത്തുന്നു, അരി കുത്തുന്നു, മുറ്റം അടിക്കുന്നു, അലക്കുന്നു എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ഇതെല്ലാം നമുക്ക് ഒരു വിരൽത്തുമ്പിലാണ്. നമ്മളൊരു സ്വിച്ചിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വാഷിംഗ് മെഷീൻ, മിക്സി അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുന്നു. മാത്രമല്ല പണ്ടൊക്കെ ഇരുമ്പ് സാധനങ്ങൾ നമ്മളെ വീട്ടിൽ കുറവായിരുന്നു. ആകെ ഉള്ളത് തൂമ്പയൊക്കെയാണ്, അത് വീടിന് വെളിയിലാണ്. നമ്മളെ വീട്ടിലെ കബോർഡുകൾ പോലും നാച്ചുറൽ ആയിരുന്നു, മരം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ താമസിക്കുന്നു. അതേപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് ഇരുമ്പിന്റെ കബോർഡുകളും സാധനങ്ങളും ഒക്കെ തിങ്ങി നിറയാൻ തുടങ്ങി. അപ്പൊ നമുക്കറിയാം മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ഇരുമ്പിനെ ആകർഷിക്കുന്നതാണ്. നമ്മൾ ചെരുപ്പിട്ടതോടെ തന്നെ നമുക്ക് ഭൂമിയിൽ നിന്നുള്ള മാഗ്നറ്റിക് പവർ നമുക്ക് കിട്ടാതായി. അതിന്റെ കൂടെ നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്ന ഒരു ഇരുമ്പ് വലയത്തിലാണ്. മാത്രമല്ല മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പണ്ട് മണ്ണൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ടൈൽസ് ഇട്ട, അതും അല്ലെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത മുറ്റങ്ങളാണ്. അത് മുഴുവനും വാർക്ക വീടുകളിൽ ഫുള്ള് കോൺക്രീറ്റ് കമ്പികളാണ്. സഞ്ചരിക്കുന്ന വാഹനങ്ങളെല്ലാം ഇരുമ്പാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് വൈഫൈ അഥവാ മൊബൈൽ റേഡിയേഷൻസ് എന്ന് പറയുന്നത്. ഈ റേഡിയേഷൻസ് എന്ന് പറയുന്നത് നമ്മളെ ചുറ്റും ഒരു കാന്തിക വലയമുണ്ട്, ഇതിനെ ഭേദിക്കുന്ന ഒരു സംഭവമാണ് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ ഈ മാഗ്നറ്റ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് തെറാപ്പി മൂലം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത് കയ്യിൽ കെട്ടുമ്പം ഈ ബ്രീത്തിന് സമയത്ത് നടക്കുന്ന സർക്കുലേഷനിൽ ബ്ലഡിലുള്ള അയൺ കണ്ടൻസിനെ ആകർഷിക്കാനുള്ള ഒരു പുഷ് ആക്ഷൻ നടക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഒരിക്കലും ക്ലോട്ടിംഗ് പ്രോസസ്സ് നടക്കുന്നില്ല. ക്ലോട്ടിംഗ് പ്രോസസ്സിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഈ ബാൻഡ് ചെയ്യുന്നത്. മാത്രമല്ല ആ ഒരു സർഫേസിൽ മാക്സിമം ഓക്സിജനെ നമ്മളെ കിഡ്നി, ലിവർ, പാങ്ക്രിയാസ് തുടങ്ങിയുള്ള എല്ലാ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു. ഈ അവയവങ്ങളൊക്കെ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചാണ് അവയിലേക്ക് എത്തിക്കുന്നു. അതേപോലെ തന്നെ ആ പുഷ്പുൾ ആക്ഷനാണ് നമുക്ക് ഒരു എനർജി റിലീസ് ചെയ്യുന്നത്. ഇതിന് ഇത്ര നീളം കൊടുത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മൾട്ടിപ്പിൾ ആക്ഷൻ ഉണ്ട്. നമുക്ക് നല്ല സിവിയർ ആയിട്ട് ഒരു ഹെഡ് ഏക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് നെറ്റിയിൽ കെട്ടി ഒരു 20-25 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോളം റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഹെഡ് ഏക്ക് മാറുന്നതായിട്ട് ഒത്തിരി പേർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ വീണിട്ട് നെറ്റിയിൽ മുഴ എന്ന് പറയുന്ന ബ്ലഡ് ക്ലോട്ട് ആവുന്നതാണ്. അതിന്റെ മുകളിലേക്ക് ഇത് കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ആ മുഴയിൽ മാറ്റം വന്ന് മുഴ ഇല്ലാതായി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർക്ക് ഇത് കഴുത്തിൽ കെട്ടി ഉപയോഗിക്കാം. മുട്ടുവേദനയുള്ളവർക്ക് മുട്ടിൽ കെട്ടാം. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ആക്ഷനും. പക്ഷെ ഈ പ്രോഡക്റ്റ് നനയ്ക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഒരു റിക്വസ്റ്റിനെ കണക്കിലെടുത്ത് ഇതിന്റെ സിലിക്കൺ എന്ന് പറയുന്ന ഒരു ബാൻഡ് നമ്മളെ കയ്യിൽ കെട്ടാൻ തന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് നനയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. സിലിക്കൺ ബാൻഡിൽ ഇതേപോലെ തന്നെ മാഗ്നറ്റ്സ് ആണുള്ളത്. അതുപോലെ തന്നെ ഇത് രണ്ടും കെട്ടാൻ മടിയുള്ളവർക്കാണ് ഒരു കോംപ്ലിമെന്റ്സ് ആയിട്ട് ഗോൾഡൻ കളറുള്ള ഒരു ബ്രേസ്ലെറ്റ്. ഈ ബ്രേസ്ലെറ്റിൽ നമുക്ക്
ഇത് ഇത്രയും നാളും മാഗ്നറ്റ്സ് ഉള്ള ബ്രേസ്ലെറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു കോംപ്ലിമെന്റ്സ് പോലെയുള്ള ഒരു ഇമിറ്റേഷൻ ബ്രേസ്ലെറ്റ് ആണ് കിട്ടുന്നത്. ഇനി രണ്ടാമത് ഇതിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ മറ്റൊന്നുണ്ട്. നമ്മളെ ഒരു ശരിക്കും പറയും 99% അസുഖങ്ങളുടെ കാരണം പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കാത്തതും ഓക്സിജന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാത്തതുമാണ് എന്ന് നമ്മൾ എല്ലാവരോടും പറയാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഒരു 90% അതിൽ പെടുത്താൻ പാടുള്ളൂ. കാരണം ബാക്കി നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിലിരിപ്പുണ്ട്, നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വരുന്ന അസുഖങ്ങളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളോട് സമയത്ത് ഒരു വ്യക്തി ഒരു ആരോഗ്യമുള്ള ഒരാൾ കുറഞ്ഞത് 6 മണിക്കൂറിൽ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പലരും അത്ര ഉറങ്ങുന്നില്ല. ഉറങ്ങാൻ പോകുമ്പോൾ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് പോയി ഉറങ്ങുന്നത്. അതേപോലെ തന്നെ നമ്മളെ കഴിക്കുന്ന ഭക്ഷണ രീതികൾ, അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു ശതമാനവും നമ്മുടെ ഒരു സ്വഭാവം കൊണ്ട്, ജീവിതശൈലി കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് നമുക്ക് വരുന്നത്. ഇനി അടുത്ത ഒരു പ്രോഡക്റ്റ് ആണ് വാട്ടർ എനർജി പാഡ് എന്ന് പറയും. ഇതാണ് വാട്ടർ എനർജി പാഡ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ബ്ലഡ് സർക്കുലേഷന്റെ പ്രശ്നമാണ് അസുഖങ്ങളുടെ ഒരു കാരണം പറഞ്ഞത്. മറ്റൊരു കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം വിഷാംശങ്ങൾ പല വിധത്തിലായിട്ട് ചെല്ലുന്നുണ്ട്. നമ്മളിന്ന് കുറേ വീഡിയോകൾ കാണാറുണ്ട്, പലതരത്തിൽ ഇത് ഉണ്ടാക്കുന്നത്, നിർമ്മിക്കുന്നത്, കളർ ചേർക്കുന്നത്, പ്രിസർവേറ്റീവ്സ്, രുചി കൂട്ടാൻ വേണ്ടിയിട്ട് പലതും ചേർക്കുന്നു, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പല സാധനങ്ങളും ഉപയോഗിക്കുന്നു. ഇത് മുഴുവനും നമ്മളെ ശരീരം വലിച്ചെടുക്കണം. അതിനൊക്കെ പുറമെ വിഷം മുക്കിയതായ പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, വിഷം കുത്തിവെച്ചത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ഒരു മടിയും കൂടാതെ മേടിച്ച് കഴിക്കും. പക്ഷെ നമ്മളെ പ്രോഡക്ട്സ് ചെല്ലുമ്പോഴത്തേക്കും 100,000 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ വിഷാംശങ്ങൾ നമ്മളെ ഉള്ളിൽ ചെന്നത് പുറന്തള്ളണമെങ്കിൽ നമ്മളെ വിസർജ്യങ്ങൾ വഴിയെ നമുക്ക് പുറന്തള്ളാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഒരാൾ ഏറ്റവും അധികം വിസർജിക്കുന്ന യൂറിനാണ്. മാത്രമല്ല വെള്ളത്തിന് മാത്രമേ നമ്മുടെ കോശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഡോക്ടേഴ്സ് ധാരാളം വെള്ളം കുടിക്കണമെന്ന് നമ്മളോട് പറയുന്നെങ്കിൽ ഇത് ഈ വിഷാംശം പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡില് തിക്നെസ് കൂടിയുള്ള വെള്ളത്തിന്റെ ഡെൻസിറ്റി കട്ടി കൂടിയിട്ടുണ്ട്. അപ്പൊ കട്ടി കൂടിയ വെള്ളത്തിലെ വലിയ കണികകൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ കുടിക്കുന്ന വെള്ളം 40 തൊട്ട് 50% മാത്രമേ നമ്മുടെ ബോഡി വലിച്ചെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വിഷാംശങ്ങൾ പുറന്തള്ളാനുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷെ ഈ ഒരു പാഡ് നമ്മള് ഒരു ഗ്ലാസിന്റെ ബോട്ടിൽ ഇതുപോലെ ചുറ്റുക. ഗ്ലാസിന്റെ ബോട്ടിലിൽ ചുറ്റാൻ കമ്പനി പ്രിഫർ ചെയ്യുന്നത് അതിലൊരു 15 തൊട്ട് 20 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ചുറ്റി കഴിയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡിൽ സംഭവിച്ചാൽ വെള്ളത്തിന്റെ ഡെൻസിറ്റിയിൽ വ്യത്യാസം വരുന്നു, മോളിക്കുലർ സ്ട്രക്ചറിൽ വ്യത്യാസം വരുന്നു. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ഒരു 80%-ഓളം നമ്മുടെ ബോഡി വലിച്ചെടുക്കുന്നു. ബോഡി ഇത് വലിച്ചെടുക്കുമ്പോൾ ഇത് കോശങ്ങളിലേക്കാണ് ചെല്ലുന്നത്. കോശങ്ങൾ ആഹാരം പാകം ചെയ്തിട്ട് അതിന്റെ വേസ്റ്റ് നമ്മളെ ബ്ലഡിലേക്ക് പുറന്തള്ളുന്നു. ഈ ബ്ലഡിനെ നമ്മൾ ശുദ്ധീകരിക്കുന്നത് കിഡ്നിയാണ്. അപ്പം കിഡ്നി ശുദ്ധീകരിച്ച് യൂറിൻ വഴി വിഷാംശം പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ കിഡ്നിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമ്മളെ കേരളത്തിൽ 3.5 കോടി ജനങ്ങളിൽ 1.5 കോടി ജനങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ആണ്. പൊതുവെ നമ്മൾ പറയാം ഒരു ഡയബറ്റിക് പേഷ്യൻസിന്റെ തല തൊട്ട് കാൽപാദം വരെയുള്ള അവയവങ്ങളും സെല്ലുകളും മുഴുവനും ഷുഗറിൽ മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഈ ഡയബറ്റിസ് പേഷ്യൻസിനാണ് ഡയാലിസിസ് എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നു വിഷാംശം ചെന്ന ഭക്ഷണം മൂലവും ഈ നിരോധിക്കപ്പെട്ട മരുന്നുകൾ മൂലവും ഒക്കെയാണ് നമ്മൾ പലരിലും ഒരു 50% പേരും ഡയാലിസിസിന് വിധേയരാകുകയും കിഡ്നി പേഷ്യൻസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അതിൽ വളരെയധികം ചെറുപ്പക്കാരുണ്ട്. നിങ്ങളൊരു ഡയാലിസിസ് സെന്റർ സന്ദർശിച്ചാൽ അറിയാം, അവിടെ പ്രായം ചെന്നവരോ ഡയബറ്റിക് പേഷ്യൻസ് അല്ല അധികവും വരുന്ന ഡയാലിസിസിന്. അപ്പം ഈ വിഷാംശത്തെ പുറന്തള്ളേണ്ടത് അത്യാവശ്യമാണ്. അതിനാണ് ധാരാളം വെള്ളം കുടിക്കാൻ പറയുന്നത്. അപ്പൊ ഈ വെള്ളം അകത്ത് ചെന്ന് നമ്മളെ വിഷാംശത്തെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മളെ ഈ ബാൻഡ് വഴിയുള്ള സർക്കുലേഷൻ കൂടി ആകുമ്പോൾ നമ്മളെ കോശങ്ങൾ എനർജറ്റിക് ആവുന്നു. കോശങ്ങൾ കൊണ്ടാണ് അവയവങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് അവയവങ്ങൾ എനർജറ്റിക് ആകുന്നു. അവയവങ്ങൾ എനർജറ്റിക് ആകുമ്പോൾ അതിനോട് ചേർന്ന് നടക്കുന്ന ഹോർമോൺസ്, എൻസൈംസ് എനർജറ്റിക് ആവുന്നു. ഇതാണ് നമ്മളെ ഒരു പ്രോഡക്ട്സ് ചെയ്യുന്നത്. ഏതൊരു പ്രോഡക്ട്സും നമ്മളെ അസുഖങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിന് വൈറ്റമിൻസ്, മിനറൽസ് എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നു എങ്കിൽ ഇവിടെ നമ്മളെ പ്രൊഡക്റ്റിനെ വ്യത്യസ്തമാക്കുന്നതും നമുക്ക് ഒരു അസുഖത്തെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ആ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ആ ഒരു അസുഖങ്ങളെ മാത്രം മാറ്റുന്നു എന്നുള്ളതാണ്. പക്ഷേ
നമ്മള് ഒരു ചെടിക്കൊക്കെ വളമിടുമ്പോൾ ആ ചെടിക്ക് മൊത്തമാണ് അതിന്റെ ഒരു ഇഫക്റ്റ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മളെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് സിസ്റ്റത്തെയാണ് റെഡിയാക്കുന്നത്, അസുഖങ്ങളെ മാറ്റാനുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. ഇതൊരു വെൽനസ് പ്രോഡക്റ്റ് ആണ്. സിസ്റ്റത്തെ ഇത് റെഡിയാക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിന്ന് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു കുഴഞ്ഞു വീണ് മരണം, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ അസുഖങ്ങൾ വരുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതൊരു വെൽനസ് പ്രോഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ 240ഓളം ഇൽനെസ്സിനും ആശ്വാസം തരുന്നുണ്ട്. നമ്മൾ നോക്കി 240 എന്നാൽ അതിൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതേപോലെ ഈ വാട്ടർ എനർജി പാഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ വെൽനസ് പ്രോഡക്റ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കും. നമ്മളെ സിസ്റ്റത്തെ ഇത് റെഡിയാക്കി വരും. സിസ്റ്റം റെഡിയാവുന്ന വഴി ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുകയും അതേപോലെ കുറേ അസുഖങ്ങൾ വരുന്നതിൽ നിന്നും വന്ന അസുഖങ്ങൾക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യുന്നു. ഈ വാട്ടർ എനർജി പാഡ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ രാത്രിയിൽ ഉറക്കത്തിന്റെ സമയത്തൊന്നും വെള്ളം കുടിക്കാറില്ല ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ ഇത് പതുക്കെ ഇങ്ങനെ കാലിലേക്ക് ചുറ്റി നീര് ഉള്ളിടത്ത് കെട്ടുക, വേദന ഉള്ളിടത്ത് കെട്ടുക. അതേപോലെ തന്നെ വേരിക്കോസ് വെയിന്റെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നീര് വലിഞ്ഞിട്ടുണ്ടാകും. സ്ഥിരമായിട്ടുള്ള ഉപയോഗം വേരിക്കോസ് വെയിന്, നമ്മൾ ചുരുണ്ടുകൂടി കിടക്കുന്ന വേരിക്കോസ് വെയിൻ ഉണ്ടാകും പലരുടെയും കാലിലും. അത് ഗ്രാജുവലി അത് കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വേദനയ്ക്ക് ആശ്വാസം കിട്ടും. പിന്നെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് ഇത് നടുവിന് വെച്ച് ചാരി ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യാം ഈ പാഡ് വെച്ചിട്ട്. അതുപോലെ തന്നെ നമ്മൾ കെട്ടിവെച്ച വെള്ളം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് നമ്മളെ കണ്ണും മുഖവും കഴുകുമ്പോൾ മുഖത്ത് കരിമംഗലം എന്ന് പറഞ്ഞ കവളത്ത് ഇങ്ങനെ പാടുകൾ വരും. ചിലർക്ക് നെറ്റിയിലൊക്കെ കാണാം. ഈ കരിമംഗലം മാറുന്നതായിട്ട് കാണുന്നുണ്ട് സ്ഥിരമായിട്ട് കഴുകുമ്പോൾ. കണ്ണിന് കാഴ്ചശക്തി കൂടി വരുന്നത് കാണുന്നുണ്ട്. നമ്മളെ കൂടെ തന്നെ സ്പെക്സ് മാറ്റി വെച്ചവരുണ്ട്. മാത്രമല്ല ഡ്രൈനെസ്സിന് ഒരു നല്ല ഒരു മെഡിസിൻ എന്ന് തന്നെ പറയാം. ഇത് ഉപയോഗിച്ചിട്ട് ഞാനടക്കം നിരവധി പേർക്ക് കണ്ണിന്റെ ഡ്രൈനെസ് മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് തല കഴുകിയിട്ടുണ്ടെങ്കിൽ മുടിക്ക് തിക്നെസ്, തലയിൽ താരം വരുന്നതിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു അസുഖങ്ങളുടെ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ന് മിക്കവർക്കും നല്ലൊരു ഉറക്കം കിട്ടാത്തതാണ്. അപ്പൊ നല്ലൊരു ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒബേസിറ്റി, പൊണ്ണത്തടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹാർട്ട് അറ്റാക്കിന് സാധ്യതയുണ്ട്. ഇൻസോംനിയ എന്ന് പറയുന്ന ഒരു അസുഖം അഥവാ ഉറക്കക്കുറവ് മൂലം വരുന്ന സ്ട്രെസ്, ടെൻഷന് ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം ഈ ഉറക്കത്തിന്റെ ഒരു പ്രധാന കാരണം ഒന്നാമത് ലേറ്റ് ആയിട്ട് തുടങ്ങുന്നു, രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ മൊബൈലിന്റെ അമിത ഉപയോഗം, മൊബൈൽ റേഡിയേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളെ റേഡിയേഷൻ ചെവിയിലേക്ക് അടിക്കുന്നത് നല്ല കോശങ്ങളിലേക്കാണ്. അപ്പൊ ഈ നല്ല കോശങ്ങളെ ഇത് തലച്ചോറിലേക്കുള്ള ഞരമ്പ് കോശങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നല്ല കോശങ്ങളെ നശിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലച്ചോറിലെ കോശങ്ങളെ പ്രത്യേകത ഒരിക്കലും നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ കോശങ്ങൾ നമുക്ക് ഉണ്ടാവുന്നില്ല. നശിച്ചത് തന്നെയാണ്. അപ്പൊ നമ്മളെ ബുദ്ധി, ചിന്ത, ഓർമ്മ തുടങ്ങിയുള്ള എല്ലാ വികാരങ്ങളുടെയും അറകള് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറാണ്. അപ്പം അതിനൊരു കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ്, ബുദ്ധിക്കുറവ്, ചിന്തേന്റെ പ്രശ്നങ്ങൾ ഒക്കെ വരുന്നത്. അതേപോലെ ഒബേസിറ്റിയുടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് തലച്ചോറിൽ നിന്നാണ് മെസ്സേജ് പോകുന്നത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഫുഡ് ഇത്ര കഴിക്കാവുള്ളൂ. അപ്പൊ ഈ ഒരു മെസ്സേജുകളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അപ്പം അതിനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ പില്ലോ പാഡ് എന്ന് പറയുന്നത്. പില്ലോ പാഡിൽ നമ്മൾ തല വെച്ച് കിടക്കുമ്പോൾ നമ്മളെ തലച്ചോറിലേക്കുള്ള ഞരമ്പ് കോശങ്ങൾ, അതേപോലെ തന്നെ ഉറക്കത്തിന്റെ ഹോർമോൺ നമ്മുടെ തലയുടെ പുറകിലായിട്ട് മെലറ്റോണിൻ ഹോർമോണിനൊക്കെ ഇത് ഉത്തേജിപ്പിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വൈകിയാണ് കിടക്കുന്നെങ്കിലും 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഗാഠനിദ്രയിലേക്ക് പ്രവേശിക്കുകയാണ്. ഗാഠനിദ്രയുടെ സമയത്താണ് ഒരാളുടെ ശരീരം അവരെ സുഖപ്പെടുത്തുന്നത് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് പലർക്കും ഗാഠനിദ്ര വെളുപ്പിന് 4 മണി 5 മണിക്കൊക്കെയാണ് കിട്ടുന്നത്. അപ്പോഴത്തേക്കും നേരം വെളുക്കാനാവും. അതിന് സഹായിക്കുന്നു. മാത്രമല്ല ഇത് നമ്മളെ ലോങ് ട്രിപ്പ് യാത്രയൊക്കെ പോകുമ്പോൾ സീറ്റിന്റെ മുന്നിലായിട്ട് നമ്മുടെ പുറകിലായിട്ട് ബാക്ക് പെയിൻ വരാതിരിക്കാനും അതേപോലെ തന്നെ ക്ഷീണം വരാതിരിക്കാനും നമുക്ക് ഉപയോഗിക്കാം. പൈൽസിന്റെ പ്രശ്നമുള്ളവർക്ക് ഇത് കുഷ്യൻ പോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
പിന്നെ സ്ട്രെസ്, ടെൻഷന് ഇതിന്നൊക്കെ റിലീസ് കിട്ടും. ഇന്ന് വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ തന്നെ സ്ട്രെസ് ഉള്ള ഒരു സമയമാണ്. കുട്ടികൾക്കെന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഠനമായിട്ട് നമ്മൾ ഒത്തിരി മറ്റ് കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നു. കുട്ടികളെ കളിക്കാൻ പോലും നമ്മൾ അനുവദിക്കുന്നില്ല. വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ട്യൂഷന് പോലെയുള്ള കാര്യങ്ങൾക്ക് വിടുന്നു. അടുത്ത വീട്ടിലുമായിട്ട് കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ശരിക്കും ഒരു മത്സരം തന്നെയാണ് പേരൻസ് തമ്മിൽ തന്നെ നടക്കുന്നത്. അത് കുട്ടികളിലേക്ക് ചെല്ലുന്നു. അപ്പൊ ഈ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. കുട്ടികൾക്കൊക്കെ ഈ പ്രോഡക്ട്സ് നമ്മൾ മേടിച്ചു കൊടുക്കണം. അവരെ സ്ട്രെസ്, ടെൻഷനും ബുദ്ധിയും ചിന്തയും ഓർമ്മേനെയും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നാലാമത്തെ പ്രോഡക്റ്റ്, ഇതിന്റെ ഒരു മാട്രസ് ആണ്. അത് മാട്രസ് ഞാൻ നിവർത്തി കാണിക്കുന്നില്ല. ഈ പില്ലോ പാഡിന്റെ അതേ മെറ്റീരിയലുള്ള 6 അടി നീളവും 3 അടി വീതിയുള്ള ഒരു മാട്രസ്. ഈ മാട്രസ് വിരിച്ചിട്ട് നമ്മൾ അതിന്റെ മേലെ ഒരു കോട്ടൺ ബെഡ്ഷീറ്റ് വെച്ചിട്ട് കിടക്കുക. നമ്മളെ ശരീരത്തിലെ ഞരമ്പുകൾ, കോശങ്ങൾ, ജോയിന്റ്സ്, സ്പൈനൊക്കെ ഇതിൽ ടച്ചായിട്ട് കിടക്കുമ്പോൾ നമ്മളൊരു രാത്രി മുഴുവനും അതിൽ കിടന്നുറങ്ങുമ്പോഴും, ഈ പില്ലോ പാഡിൽ തലവെച്ച് കിടക്കുമ്പോഴും ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ട് അതിരാവിലെ നടക്കണം, നടക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ്. ഒരു 1.5 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ നടക്കുന്ന ഒരു എഫക്ട്സ് നമുക്ക് ഈ മാട്രസിലും പില്ലോ പാഡിലും കിടക്കുമ്പോൾ കിട്ടുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോയിന്റ്സ് പെയിന് നമുക്ക് കുറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ നീരുകൾ വലിഞ്ഞിട്ടുണ്ടാകും. നമ്മളൊരു എനർജറ്റിക് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ 4 പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രോഡക്ട്സ് തന്നെ നമുക്ക് വിശദീകരിച്ച് പറയാൻ സമയത്രം പോരാ, എങ്കിലും ഇതാണ് പ്രോഡക്ട്സ്. ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ട്. ഗർഭിണികൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം കുട്ടിയുടെ സൈസ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അവർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പേസ് മേക്കർ വെച്ചവരും അതേപോലെ നമ്മൾ ഇൻസുലിൻ സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നവരും, അവരെ മെഷീൻസിൽ ബാറ്ററി ഉള്ളത് കൊണ്ട് അവരെ മെഷീൻ കേടാവാൻ സാധ്യതയുണ്ട്. അത് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാൻ പാടില്ല. ഇൻസുലിൻ സിറിഞ്ച് പമ്പ് മാറ്റിയതിന് ശേഷം ഇത് ഉപയോഗിക്കാൻ പറ്റും. മേജർ സർജറി കഴിഞ്ഞവർ, അതുപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, ആംപുറ്റേഷൻ, കാല് മുറിച്ച് കളയുക, കൈ മുറിച്ച് കളയുക, അതേപോലെ തന്നെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്തവരും, ഇങ്ങനത്തെ കേസുകളൊക്കെ ഒരു 5 to 6 months കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പീരിയഡ്സിന്റെ ആദ്യത്തെ ഒരു 3-4 ദിവസം ഇത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ മേളിൽ നമ്മളെ പ്രോഡക്ട്സ് ഒന്നും വെക്കരുത്. കാരണം നമ്മളെ പ്രോഡക്ട്സിന്റെ ലൈഫ് എന്ന് പറയുന്ന കമ്പനി 25 to 40 years ആണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 25 yearsലും കിട്ടണമെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ മുകളിൽ വെക്കരുത്. മാത്രമല്ല ഈ പ്രോഡക്ട്സുകളൊന്നും വാഷ് ചെയ്യാൻ പാടില്ല. വെയിൽ അടുപ്പിക്കാൻ, ചൂടടുപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ നമ്മളെ മാട്രസിന് മേളിൽ ഒരിക്കലും ഫോൺ സ്ഥിരമായിട്ട് വെച്ച് പോകരുത്. കാരണം ഫോണിന്റെ അകത്ത് ബാറ്ററി ഉള്ളതുകൊണ്ട് നമ്മളെ ഫോണിന്റെ ഡിസ്പ്ലേ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അത് വെക്കരുതെന്ന് പറയുന്നു. ഇത് നമ്മൾ ഇത്രയും പ്രോഡക്ട്സ് നമ്മൾ കോമൺ ആയിട്ട് ബേസിക് ആയിട്ട് ഉപയോഗിക്കേണ്ട പ്രോഡക്ട്സ് ആണ്. കാരണം ഇന്ന് ലോകത്തിൽ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂസ് ഇട്ട് നടക്കുന്ന ഒരേ ഒരു ജീവി ഏതെന്ന് ചോദിച്ചാൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് മാത്രം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾ വരുന്നത്. മറ്റ് പക്ഷിമൃഗാദികൾക്കൊന്നും ഈ വക അസുഖങ്ങൾ ഒന്നുമില്ല. അപ്പം ഈ ഒരു മാഗ്നറ്റിക് പവർ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം, ചെരുപ്പിടാതെ നടന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് അവയവം നമ്മൾ ഹാർട്ട് എന്ന് പറയും. അങ്ങനെയെങ്കിൽ നമ്മൾ കാൽപാദങ്ങൾ സെക്കൻഡ് ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളെ എല്ലാ അവയവങ്ങളിലും നിന്നുള്ള ഞരമ്പുകളുടെ ഒരു സംയോജനം എത്തുന്ന സ്ഥലമാണ് നമ്മളെ കാൽപാദങ്ങളും. നമ്മളത് ഭൂമിയിൽ ചെരുപ്പിടാതെ നടക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മാഗ്നറ്റിക് പവർ കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ മണ്ണിലും ചരലിലും ഒക്കെ നമ്മളെ കാലുകൾ പതിയുമ്പോൾ നമുക്ക് കാലിൻ്റെ അടിയിൽ ഒരു മസാജിങ് കിട്ടും. മസാജിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രക്തോട്ടത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മസാജിങ്, തലയിൽ മസാജ് ചെയ്താൽ മുടി വളരും എന്ന് പറയാം. നമ്മൾ തിരുമ്മലിന് പോയി മസാജിങ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ഉന്മേഷാസവും നമുക്കൊരു ആശ്വാസം കിട്ടുന്നതാണ് കാണാം. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് എന്നും മസാജിങ് കിട്ടുന്നുണ്ടായിരുന്നു. ഈ മസാജിങ് വഴി, അതേ നേർസ് വഴി നമ്മൾ അതാത് അവയവങ്ങളിലേക്ക് മസാജിങ് ചെല്ലുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടുകയും നമ്മുടെ അവയവങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതായിരുന്നു പൂർവികർക്ക് കിട്ടിയ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പം ചില കണ്ടുപിടുത്തങ്ങളൊക്കെ അപകടങ്ങളാണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പം ഏറ്റവും അപകടം പിടിച്ച ഒരു കണ്ടുപിടുത്തമാണ് പാദരക്ഷകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതല്ലാതെ നമുക്ക് ഇമ്പോർട്ടൻസ് ആയ കുറച്ച് പ്രോഡക്ട്സുകളുണ്ട്. കമ്പനി 3000-ഓളം പ്രോഡക്ട്സുകൾ ഇറക്കുന്നുണ്ട്. എങ്കിലും ഇമ്പോർട്ടൻസ് ആയ രണ്ടു മൂന്ന് പ്രോഡക്ട്സ് പറയാം. ഒന്ന്
പനീഷോ വാട്ടർ ആൽക്കലൈൻ മെഷീൻ എന്ന് പറയുന്ന മെഷീൻ ഉണ്ട്. നമുക്കറിയാം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ pH ലെവല് 7 ആണ് വേണ്ടത്. പക്ഷേ ഈ 3-4 മാസങ്ങൾക്ക് മുന്നേ നമ്മളെ എല്ലാവരും ഒരു മീറ്റിങ്ങിൽ വെള്ളം കൊണ്ടുപോയി പരിശോധിച്ചപ്പം 3 പേരുടെ വീട്ടിലെ വെള്ളം മാത്രമേ pH ലെവല് 7 ഉള്ളൂ. എൻ്റെ വീട്ടിലെ പോലും pH 3 ഉണ്ടായിരുന്നുള്ളൂ. അഥവാ 3 എന്ന് പറയുന്ന സോഡ വാട്ടറിന്റെ pH ആണ്. അപ്പൊ ആ ഒരു ലെവലിലുള്ള വെള്ളം കുടിക്കുമ്പോൾ ആ ഒരു pH-ലുള്ള ബ്ലഡാണ് നമ്മുടെ ശരീരത്തിൽ ഓടുന്നതും എല്ലാ അവയവങ്ങളിലേക്കും ചെല്ലുന്നതും. നമുക്കറിയാം pH കുറയുക എന്ന് പറയുന്ന അസിഡിറ്റിയാണ്. ഇന്നൊരു പുളിച്ചു തേട്ടിലെ അസിഡിറ്റി ഇല്ലാത്തവരാരും തന്നെ ഇല്ല. നമുക്കൊരു പുളിയുള്ള ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു ആസിഡ് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ദ്രവിപ്പിച്ച് കളയാനുള്ള ഒരു ശക്തി അതിനുണ്ട്. അപ്പൊ ഇത് പറഞ്ഞ കൂട്ടത്തിൽ പെട്ടെന്ന് ഞാനൊരു കാര്യം കൂടി പറയണം. ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ പഠിച്ച ഒരാള് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ പല്ലെല്ലാം നല്ല നിരയൊത്ത പല്ലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് പെർമനന്റ് ടൂത്ത് ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അത് എന്തുകൊണ്ടാണ് പെർമനന്റ് ടൂത്ത് എന്ന് പറഞ്ഞപ്പോൾ, ദുബായിൽ വർക്ക് ചെയ്ത സമയത്ത് അവന്റെ ജോലി പെപ്സിയുടെ കമ്പനിയിലായിരുന്നു. പെപ്സിയുടെ കമ്പനി നമുക്കറിയാം, അതാത് കമ്പനി ജോലി ചെയ്യുമ്പോൾ ആ സാധനങ്ങൾ നമുക്ക് സുലഭമായിട്ട് ലഭിക്കും. അവൻ പറയുന്നത് രാവിലെ തൊട്ട് പെപ്സി കുടിക്കും, വൈകുന്നേരം വരെ എപ്പോഴും ദാഹത്തിനൊക്കെ പെപ്സി ആയിരുന്നു. അങ്ങനെ ഒരു 1-2 വർഷം കൊണ്ട് തന്നെ അവന്റെ പല്ലുകള് 8ഓളം പല്ലുകള് ദ്രവിച്ചു പോയി. അപ്പൊ പെപ്സി, മിറിണ്ട തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കുടിക്കുമ്പോൾ ശ്രദ്ധിക്കാം. നമ്മളെ ഇത്ര ഉറപ്പുള്ള പല്ലുകളെ ഇതിന് നശിപ്പിച്ചു കളയാൻ പറ്റുമെങ്കിൽ നമ്മളെ എത്ര സോഫ്റ്റ് ആയ കോശങ്ങളിലേക്കാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ കുറയ്ക്കാം. പല്ല് എന്നിട്ട് അവന്റെ മുഴുവൻ മാറ്റി വെച്ചിട്ട് പെർമനന്റ് ടൂത്താണ്. ഇതൊക്കെ ഞാൻ അനുഭവത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പം നമ്മളെ ഈ വെള്ളത്തിന്റെ pH 7 ആക്കുന്ന ഒരു മെഷീനാണ് ആൽക്കലൈൻ വാട്ടർ മെഷീൻ എന്ന് പറയുന്നത്. മറ്റൊന്ന്, നമുക്ക് സ്കൂട്ടർ ഉണ്ട്. സ്കൂട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ. ഒരു കിലോമീറ്ററിന് 10 പൈസ മാത്രം ചെലവ് വരുന്ന സ്കൂട്ടർ നമുക്കുണ്ട്. അതേപോലെ ഇന്ന് ഏറ്റവും അധികം സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരു സമയമാണ്. ഈ സൈബർ അറ്റാക്കിൽ ഞാനടക്കം വിധേയമായിട്ടുണ്ട്. ഞാനടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ കാരണമല്ല, നമ്മളെ മക്കളൊക്കെ ഫോൺ എടുത്ത് കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ 38,000-ഓളം രൂപയാണ് സൈബർ അറ്റാക്ക് വഴി നഷ്ടപ്പെട്ടു പോയത്. പക്ഷെ ഞാൻ 2-3 ബാങ്കിൽ ഉണ്ടായിരുന്നു. അതേ ഒരേ സമയം തന്നെ പല ബാങ്കിൽ നിന്ന് ഇത് ചെയ്തപ്പോൾ എനിക്ക് SBIയിൽ ഒന്ന് വിളിച്ചിട്ട് അന്നേരം കിട്ടിയില്ല. പക്ഷെ അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്നത്, എൻ്റെ ഒരു സർവീസ് എന്ന് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുക ഒരു പരസ്യമായിട്ട് പറയരുത്, ഫെഡറൽ ബാങ്കിൽ നിന്ന് എനിക്കൊരു നല്ലൊരു സർവീസ് കിട്ടി. ഫെഡറലിൽ നിന്ന് എൻ്റെ ക്യാഷ് വലിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫെഡറലിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു, മാഡം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പിൻവലിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഓൾറെഡി എൻ്റെ SBIയിൽ നിന്ന് ക്യാഷ് പോയി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സെക്കൻഡിൽ തന്നെ എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ട് തന്നെ അക്കൗണ്ടിൽ ക്യാഷ് എനിക്ക് നഷ്ടപ്പെടാതെ എനിക്ക് പറ്റി. വേറൊരു ഭാഗ്യം കൂടി പറഞ്ഞാൽ, ആ അക്കൗണ്ടിൽ ഒരാഴ്ച മുന്നെയാണ് ഞാൻ 10 ലക്ഷം രൂപ വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ഇല്ലെങ്കിൽ പക്ഷെ അവിടുന്ന് തന്നെ നല്ലൊരു സർവീസ് കിട്ടിയോണ്ട് എനിക്ക് നഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെയൊന്ന് പേടിച്ച് കഴിയേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ദിവസേന ന്യൂസിൽ ഞങ്ങളുടെ താമരശ്ശേരി തന്നെ എത്രയോ കുട്ടികളും ഇതേപോലെ തന്നെ സൈബർ അറ്റാക്ക് മൂലം കുട്ടികളെ ഉപയോഗിച്ച് ക്യാഷ് തട്ടിയതായിട്ടൊക്കെ നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട്. അപ്പൊ അതിന് പറ്റിയ ഒരു പ്രോഡക്റ്റാണ് സൈബർമാൻ ആപ്പ് എന്ന് പറയുന്നത്. നമ്മളെ ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്യാതിരിക്കാൻ, നമ്മൾ ക്യാഷ് നഷ്ടപ്പെടാതിരിക്കാൻ. ഞാനൊക്കെ എൻ്റെ മൊബൈലിൽ ഇത് സേവ് ചെയ്തിട്ടുണ്ട്. സേഫ് എന്നാണ് ഓരോ ആപ്പുകൾ നേർക്ക് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. ഇനി ഇതിലൊക്കെ ഉപരി ഞാൻ ഇങ്ങോട്ട് എടുക്കണം എന്ന് വിചാരിച്ചാണ് വിട്ടുപോയി. നമ്മളെ ഒരു പ്രോഡക്റ്റ് ആണ് മോർ പവർ എന്ന് പറഞ്ഞ ഒരു ഹീറോ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഈ മോർ പവർ എന്തിനാണ് കഴിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പല കമ്പനിക്ക് ചവനപ്രാശം എന്നൊക്കെ പറഞ്ഞിട്ട് പല വിധത്തിലുള്ളത് കഴിക്കാനുണ്ട്. അവർ പല ഗുണങ്ങൾ പറയുന്നുണ്ട്. ഈ മോർ പവറിന്റെ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച ആള് പ്രൊഫസർ വിനയ് ഹിബേർ എന്ന് പറയുന്ന ആളാണ് കണ്ടുപിടിച്ചത്. ഇത് മെയിനായിട്ടും ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ബാംഗ്ലൂർ ആസ്ഥാനമാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ശരീരത്തിൽ കുറവുള്ള
ജീവകങ്ങള്, ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ്, മിനറൽസ്. ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സെല്ലുകളെ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂട്രിയൻസും ഒക്കെ തരുന്ന ഒരു സാധനമാണ്. നമ്മളോട് എല്ലാ ദിവസവും എല്ലാവരും പറയും അത് ഇത്ര കഴിക്കുക, ഇത് ഇത്ര ശരീരത്തിന് ഇത്ര ജീവകങ്ങൾ വേണം, മിനറൽസ് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം തന്നെ നമുക്ക് ഇതെല്ലാം കൂടി എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഹോം റെമഡീസ് നമ്മൾ പറയുമ്പോൾ മിക്കപ്പോഴും ഹോം റെമഡീസ് നമ്മളോട് പറയാറുള്ളത് നമ്മൾ വെറും വയറ്റിൽ എടുക്കണം. നമുക്കാകെ ഒരു വയറേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഹോം റെമഡിയെ നമുക്ക് വെറും വയറ്റിൽ എടുക്കാൻ പറ്റുള്ളൂ. ഒന്നെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെറും വയറല്ലല്ലോ. അപ്പോൾ നമ്മളത് ചിന്തിക്കേണ്ടത് ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു സംഗമം, അഥവാ ഇത് തന്നെ ഈ മോർ പവർ 2 ടൈപ്പ് ഉണ്ട്. 34 ചേരുവകൾ കൂടിയ റെഗുലർ എന്ന് പറയുന്ന ടൈപ്പ്, 44 ചേരുവകൾ കൂടിയ പ്രീമിയം എന്ന് പറയുന്ന ഒരു ടൈപ്പ്. പ്രീമിയം എന്ന് പറയുന്ന ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് റെഗുലറിനേക്കാളും 10ഓളം ചേരുവകൾ കൂടുതലായിട്ട് അതിനുള്ളിലുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഓക്സീകരണം, അഥവാ ഈ നമ്മുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ടാകുമ്പോൾ ആന്റി ഏജിനിങ് അഥവാ സ്കിന്ന് ചുക്കി ചുളിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹാർട്ട് ഡിസീസസ്, സ്ട്രോക്ക്, പിന്നെ ക്യാൻസർ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഇതില് ഉള്ളത്. ഇതില് നമുക്കറിയാം, ശരിക്കും ചില ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്. അതിന്റെ ഷേപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് അതേ ഷേപ്പുള്ള അവയവങ്ങൾക്ക് പറ്റിയതായിരിക്കും. ജിഞ്ചർ നമ്മളെ ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക് പറ്റിയതാണ് ജിഞ്ചർ. ആമാശയത്തിന്റെ ഒരു ഷേപ്പ് പോലെയാണ് ജിഞ്ചറിന്റെ സൈഡിലുള്ള ഒരു ഭാഗം നമ്മളിങ്ങനെ സൈഡ് വരുന്ന കട്ട് ചെയ്ത് നോക്കുമ്പോൾ. അതുപോലെ ലങ്സിന് ഏറ്റവും നല്ലൊരു സാധനമാണ്, നമ്മൾ പറയും മാതള നാരങ്ങ എന്ന് പറയുന്നത്. ലങ്സിന്റെ അറകൾ പോലെയാണ് അതിന്റെ ഓരോ അരിയിരിക്കുന്നത്. അതുപോലെ ലേഡീസിന്റെ യൂട്രസിന് ഏറ്റവും നല്ലൊരു സാധനമാണ് അവക്കാഡോ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ശരിക്കും യൂട്രസിന്റെ ഷേപ്പാണ് ആ ഫ്രൂട്ടിനുള്ളത്. നമ്മൾ അങ്ങനെ ഓരോ വെജിറ്റബിൾസോ ഫ്രൂട്ട്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടി നമ്മളെ ഏത് അവയവത്തിനുള്ളതെന്നുള്ളത് അതിൽ നോക്കിയാൽ കാണാം. അപ്പം ഇതിൽ 34 ചേരുവകൾ എന്ന് പറയുന്നത് നമുക്ക് ഓരോ ദിവസം ഇത്രയും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് 5 ഗ്രാമോളം നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ 400ഓളം അസുഖങ്ങൾക്ക് ആശ്വാസം കിട്ടും. അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു സെല്ല് ഡാമേജ് കുറയ്ക്കുക, ഫ്രീ റാഡിക്കൽസ് എന്ന് പറയാം. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസിന്റെ ഇത് കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അഥവാ നമ്മുടെ ശരീരത്തിലെ രക്താണുക്കള് ഉള്ളിൽ തന്നെ നമ്മൾ പറയും യുദ്ധം ചെയ്യാൻ പോകുന്ന ഭടന്മാരെ പോലെ കുറച്ച് ഭടന്മാരൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഭടന്മാരെന്ത് ചെയ്യുന്ന, പുറമേന്ന് വരുന്നവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ കൺഫ്യൂഷൻ വരുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണോ സിസ്റ്റം എന്ന് പറയുന്നത്. അതുമൂലം വരുന്ന ചില രോഗങ്ങളാണ് പിന്നെ ലൂപ്പസ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, സുനന്ദ പുഷ്കർ, ശശി തരൂരിന്റെ വൈഫിന് ഉണ്ടായിരുന്ന ഒരു അസുഖമാണ് ലൂപ്പസ് എന്ന് പറയുന്നത്. അഥവാ നമ്മൾ ഈ ഏഴാം അറിവ് അല്ലെ, ഏഴാം അറിവ് എന്ന് പറയുന്ന ഒരു സിനിമേന്റെ ഉള്ളില് ചൈനക്കാരൻ വരുമ്പം അവന്റെ ആ ഒരു പവറിൽ നമ്മൾ അവരോട് യുദ്ധം ചെയ്യുന്നതിന് പകരം കൂടത്തിലുള്ളവരെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പം അതേപോലെയാണ് നമ്മുടെ ശരീരത്തിൽ യുദ്ധം ചെയ്യേണ്ട ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തോട് തന്നെ തിരിച്ച് യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണോ സിസ്റ്റം എന്ന് പറയുന്നത്. അതുവഴി വരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് ലൂപ്പസ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ജീവിതകാലം മുഴുവനും നിൽക്കുന്ന അസുഖമാണ്. കാരണം നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താന്നല്ലാതെ അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് രോഗാണുക്കൾ ശരീരത്തിലേക്ക് കൂടുതൽ കയറുകയും നമ്മൾ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ മോർ പവർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. അതിലുപരി ഈ ഓരോ സിസ്റ്റത്തിനും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു അതില് പലർക്കും ഇന്ന് ചോദിക്കാനും മടി, എന്നാൽ പലരും ആരും അറിയാതെ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ നായക്കർണ പരിപ്പ്, അമുക്കുരം അശ്വഗന്ധ എന്ന് പറയുന്നത്, അമുക്കുരം എന്ന് പറയുന്നത് ഈ പ്രോഡക്ട്സ് എന്നൊക്കെ പറയുന്നത് പുരുഷ ഹോർമോണിനെ ധാരാളമായിട്ട് ഉത്തേജിപ്പിക്കുകയും പുരുഷന്മാർക്ക് ഉദ്ധാരണം നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ സ്പേമിന്റെ കൗണ്ട് കൂട്ടുക, പവർഫുൾ ആയിട്ടുള്ള സ്പേമുകൾ ഉണ്ടാക്കുക, ഇതിനൊക്കെ ഈ അശ്വഗന്ധ പോലെയുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ 44 ചേരുവ പ്രീമിയത്തിൽ വരുന്നതാണ് സ്വർണ്ണഭസ്മ എന്ന് പറയുന്ന സംഭവം. സ്വർണ്ണഭസ്മ എന്ന് പറയുന്നത്
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധീകരിച്ച സ്വർണത്തിൽ നിന്ന് തയ്യാറാക്കുന്നതാണ്. അത് ഭയങ്കര വില പിടിച്ചുള്ള ഒരു സാധനമാണ് സ്വർണ്ണഭസ്മ എന്ന് പറയുന്നത്. ഈ സ്വർണ്ണഭസ്മേന്റെ കുറിച്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മളെ അപസ്മാരങ്ങള്, വിഷബാധ, സിഫിലിസ്, ബുദ്ധിമാന്ദ്യം, ഇൻഫെർട്ടിലിറ്റി, പിന്നെ നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങളെ നശിപ്പിക്കുക, ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശേഷി മെച്ചപ്പെടുത്തുന്നതിന്, ത്വക്ക് രോഗങ്ങൾക്ക്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക്, ദഹനേന്ദ്രിയ പ്രശ്നങ്ങൾക്ക് എന്ന് തുടങ്ങി കാർഡിയാക്ക് ടോണിക്കാണ്, ഇമ്മ്യൂണിറ്റി പവർ, നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നു. ഇതൊക്കെ ഉള്ള ഒരു സംഭവമാണ് തങ്കഭസ്മ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ അടങ്ങിയ ഒരു ചേരുവയാണ് മോർ പവർ എന്ന് പറയുന്നത്. ഈ മോർ പവർ നമ്മൾ വെറും ഒരു 5 ഗ്രാം മാത്രം വെറും വയറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുകയും 400ഓളം അസുഖങ്ങൾക്ക് നമുക്ക് ആശ്വാസം കിട്ടുകയും കുറെ അസുഖങ്ങൾ വരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വെറും വയറ്റില് നമുക്ക് എല്ലാ സാധനങ്ങളും എടുക്കാൻ പറ്റാത്തവർക്ക് ഈ തങ്കഭസ്മം മാത്രം വെറും വയറ്റിൽ നമ്മൾ എടുത്താൽ മതി. ഈ തങ്കഭസ്മയുടെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ അതിരാവിലെ എം ടി സ്റ്റൊമക്കിൽ ഈ വെറും വയറ്റിൽ എടുക്കുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നല്ലൊരു വേനൽക്കാലത്ത് ഒരു മഴ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മുഴുവനും മണ്ണ് വലിച്ചെടുക്കും. അതേപോലെ നമ്മുടെ സ്റ്റൊമക്ക് എം ടി ആയിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇതെടുത്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഇത് മാക്സിമം വലിച്ചെടുക്കുന്നു. ഇതെടുത്തു കഴിഞ്ഞ് ശരിക്കും ഇവര് പറയുന്നത് വിത്ത് കോൾഡ് മിൽക്കിൽ നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ്. പക്ഷെ മിൽക്ക് പറ്റാത്ത പലരുണ്ടാവും, അലർജി ഉള്ളവരുണ്ടാവും. അപ്പൊ നമ്മളിത് പല തരത്തിലായിട്ട് 2-3 ടൈപ്പിൽ ഇത് നമുക്ക് എടുക്കാം. രാവിലെ ഒരു 2 ഗ്രാം എന്നൊക്കെ പറയുമ്പം ഒരു ബദാം പരിപ്പിന്റെ വലുപ്പത്തിൽ എടുക്കുക. അതിന്റെ സ്പൂൺ ഉണ്ട്, അതിലെടുത്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ നമ്മളെ മാഗ്നൈസ്ഡ് വാട്ടറോ ഉപയോഗിക്കുക. അതേപോലെ നടക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ സർക്കുലേഷൻ ഒന്നുകൂടി ഒരു കൂടുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഒരു 15 മിനിറ്റ്, അരമണിക്കൂർ നടക്കുന്നത് നല്ലതാണ്. മാത്രമല്ല രാത്രി കിടന്നിട്ട് ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂറിന് ശേഷം 2 ഗ്രാമോ അല്ലെങ്കിൽ 3 ഗ്രാമോ നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പം ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുക. അത് കഴിച്ച് ആദ്യത്തെ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് പിന്നീടുള്ള മാസങ്ങൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഒരു പ്രോഡക്ട്സ്. ഇപ്പൊ തന്നെ 6:50 ഈ നമ്മുടെ മോർ പവറിനെ കുറിച്ച് ധാരാളം പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു രാവിലെ തൊട്ട് ഉച്ച വരെ നമുക്ക് സംസാരിക്കാനുണ്ട്. അതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും എടുത്ത് സംസാരിക്കാൻ. അപ്പൊ അത് ഞാൻ ഇതിൽ ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. സംസാരിക്കാൻ അങ്ങനെ വിശദീകരിച്ച് സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഒരു പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ഒരു പ്രോഡക്റ്റ് നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റിൽ ഉപരി ഒരു എനർജിയാണ്. അതേപോലെ തന്നെ പല പ്രൊഡക്റ്റുകളുണ്ട്. മാത്രമല്ല നമ്മളെ ഈ പ്രൊഡക്റ്റിന്റെ കൂടത്തിൽ തന്നെ പ്രൊഡക്റ്റ് എത്ര പവർഫുൾ ആണ്, എത്ര സൂപ്പർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായെങ്കിൽ അതിലും സൂപ്പറുമായിട്ടുള്ള ഒരു ഇൻകം പ്ലാന് നമുക്ക് ഇന്നുണ്ട്. ആ ഇൻകം പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻകം പ്ലാൻ പറയാൻ ഒരു ദിവസമുണ്ട്, ആ ദിവസങ്ങൾ പറയും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആ പുതിയ MD കൊണ്ടുവന്ന ഇൻകം പ്ലാൻ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വാലിന് തീ പിടിച്ച പോലത്തെ ഒരു അവസ്ഥയിലാണ്. അത്രയ്ക്ക് മനോഹരമായ ഒരു ഇൻകം പ്ലാൻ ആണ്. അപ്പം എല്ലാവരും അത് നിങ്ങളെ ലീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതിനായിട്ട് ഒരു ദിവസം വെച്ചിട്ടുണ്ട്, അന്ന് ഈ സൂമിൽ കയറിയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് പറയുന്നു. അപ്പൊ എനിക്ക് ഇതിന് അവസരം തന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരുടെയും ഇനിയുള്ള ദിവസങ്ങൾ ഈ ബയോട്ടോറിയം ദിവസങ്ങളാകട്ടെ. അതുമൂലം നല്ലൊരു ആരോഗ്യം, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫിന്റെ കൂടത്തിൽ തന്നെ നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരു ഈ ബയോട്ടോറിയം ദിനങ്ങളാകട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഈ ബയോട്ടോറിയം.